ഇനി നമുക്ക് വിദേശ വാർത്തകളിലേക്ക് കടക്കണം. ഇസ്രയേൽ ഹമാസ് യുക്രൈൻ യുദ്ധങ്ങൾക്കിടെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം ഇന്നലെ നടന്നു. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ സന്നാഹമാണ് ഒളിമ്പിക് വേദികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആകാശത്ത് ഹെലികോപ്റ്റർ നിരീക്ഷണം, ഭൂമിയിൽ പെട്രോളിംഗ് ബോട്ടുകൾ, അങ്ങനെ ഫ്രാൻസിൽ യഥാർത്ഥത്തിൽ പാരീസിൽ പ്രത്യേകിച്ച് ഒളിമ്പിക്സ് വേദികളിലൊക്കെ തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയെന്നുള്ള വാർത്ത വരുന്നു. കാര്യം വലിയൊരു ഓർമ്മയുണ്ട്. ഇസ്രയേൽ താരങ്ങളെ 72-ലെ മ്യൂണിക് ഒളിമ്പിക്സിൽ വധിച്ച വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിലാണ് പാരീസിൽ ഒളിമ്പിക്സ് അരങ്ങേറുന്നത്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം പി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ ജെയിംസ്? ഞാൻ തന്നെ മറന്നു വിചാരിച്ചിരിക്കുന്നു. മോർണിംഗ് ഷോയിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായി. പി അങ്ങനെ മറക്കാൻ പറ്റും? പിയുടെ കാലടി പാടുകൾ ഇവിടെ വീണ് കിടക്കല്ലേ? അതിന് വേണ്ടി നമ്മളിതെല്ലാം ത്യജിക്കുകയായിരുന്നു. പി ഇല്ലാത്ത കാരണം യുദ്ധവാർത്തകൾ കേൾക്കാതെ അവർ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു പ്രേക്ഷകർ. അതെ അല്ല, യഥാർത്ഥത്തിൽ ഇന്നത്തെ ചോദിച്ച ഇത് തന്നെ ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ഒളിമ്പിക്സിനെ കുറിച്ച് നല്ലത് മാത്രം പറയാനേ നമുക്ക് താല്പര്യമുള്ളൂ. ഒളിമ്പിക്സ് 7500 അത്ലീറ്റുകളിൽ ലോകമെമ്പാടും വരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ദൂരത്തിൽ, അതുപോലെ ഏറ്റവും വേഗത്തിൽ ഓടുന്നവരുടെ ഒരു വലിയ മാമാങ്കം. ലോകത്ത് ഭൂമിയിൽ ഇതുപോലൊരു ഉത്സവം അല്ലെങ്കിൽ ഒരു കായികോത്സവം ഇല്ല. പക്ഷെ അതിനിടയിൽ ഒരുപക്ഷെ ഇത് ഇത്ര വലിയ ശ്രദ്ധയാകർഷിക്കുന്ന അന്താരാഷ്ട്ര വേദിയായതുകൊണ്ട് പാരീസിലെ ഒളിമ്പിക്സ് ആശങ്കയുടെ കൂടി വേദിയായിട്ട് മാറുന്നുണ്ട്. അത് പറയാതെ വയ്യ. കാരണം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ വേദിയായിട്ട് പലരും ഇതിനെ കാണുന്നു. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പാരീസ് ഒരു ഫോർട്രസ് പോലെ, ഒരു വലിയ കോട്ട പോലെ സുരക്ഷാ സന്നാഹത്തിലാണ്. കാരണം 7500 അത്ലറ്റുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. ഈ ഇന്നലെ അർദ്ധരാത്രി നടന്ന ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും പരേഡിലും കനത്ത സുരക്ഷാ സന്നാഹമായിരുന്നു. സെൻ നദിയിലൂടെ 90 ബോട്ടുകളിലായി 7500 അത്ലറ്റുകൾ കടന്നു പോകുമ്പോൾ പെട്രോളിംഗ് നടത്തിക്കൊണ്ട് നിറയെ പെട്രോളിംഗ് ബോട്ടുകളായിരുന്നു. ആകാശത്ത് ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം നടത്തുന്നു. കമാൻഡോകൾ ഓപ്പറേഷൻ റെഡിയായിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇത് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഫ്രാൻസിലെ ഏറ്റവും അതിവേഗ റെയിൽവേ നെറ്റ്വർക്ക് TGV, ഞാൻ ഓർക്കുന്ന 89-90 കാലത്ത് ഞാൻ ഫ്രാൻസിൽ പാരീസിൽ TGVയിൽ യാത്ര ചെയ്തപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിൻ സർവീസായിരുന്നു TGV നെറ്റ്വർക്ക്. പിന്നീടാണ് ജപ്പാൻ്റെയൊക്കെ വേഗത കൂടിയ ട്രെയിനുകൾ വന്നത്. മണിക്കൂറുകളിൽ 400-500 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാൻ പറ്റുന്ന ട്രെയിനുകൾ. മാഗ്നറ്റിക് പവറിൽ ഈ റെയിൽവേയുടെ മേഖലയിലൂടെ പറന്നു പോകുന്ന ട്രെയിനുകളുടെ ഒരു നിരയാണ് അട്ടിമറിച്ചത്. 3 സ്ഥലത്ത് അവരുടെ സിഗ്നലിംഗ് സിസ്റ്റം, അതിലേക്ക് പോകുന്ന കേബിളുകൾ തകർക്കുകയായിരുന്നു ഭീകരവാദികൾ. ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധവും അതുപോലെ യുക്രൈൻ യുദ്ധമൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്നറിയില്ല. പരിസ്ഥിതിവാദികളുണ്ട്, അതിതീവ്ര ഇടതുപക്ഷ ലൈൻ പറയുന്നവരുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഫ്രഞ്ച് പോലീസിന് കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 8 ലക്ഷത്തോളം പേര് പ്രശ്നത്തിലായി. 10,000-കണക്കിന് ആൾക്കാർ അയൽ രാജ്യങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം വലിയ തുക കൊടുത്ത് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് കാണാൻ വന്നതാണ്. അവരൊക്കെ വഴിയിൽ കുടുങ്ങിപ്പോയി. അവർക്കൊന്നും ഒളിമ്പിക്സ് നേരിട്ട് കാണാൻ പറ്റിയില്ല. ആ തരത്തിലേക്കൊരു ആശങ്ക പകർന്നു. അതുകൊണ്ട് തന്നെയാണ് 1972-ലെ കാര്യം ചോദിച്ചു. അവിടെ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക്സിൽ 12 ഇസ്രായേലി കായിക താരങ്ങളാണ് വധിക്കപ്പെട്ടത്. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൻ്റെ പേരിൽ പാലസ്തീനിലെ തീവ്രവാദി വിഭാഗം 5 പേർ വന്ന് ഈ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ചോര പുരളുകയായിരുന്നു. 12 പേർ കൊല്ലപ്പെട്ടു. ഈ അറ്റാക്ക് ചെയ്യാൻ വന്ന 5 പാലസ്തീനികളെയും അവിടുത്തെ സുരക്ഷാ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ഒരുപക്ഷെ അരനൂറ്റാണ്ട് അതിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുകയാണ്. ഇസ്രായേൽ അത്ലറ്റുകൾ 88 പേരുണ്ട്, പാലസ്തീനി അത്ലറ്റുകളുണ്ട്, ഉക്രൈൻ്റെ അത്ലറ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് നേരെ ആക്രമണം നടക്കുമോ എന്ന വലിയ ആശങ്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ ലൂപ്പോൾ ഉണ്ടായാൽ മതി, അവിടെ രക്തം വീഴാനുള്ള സാധ്യതയുണ്ട്. ഒളിമ്പിക്സിൻ്റെ വർണ്ണാഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള ഒരു ആശങ്ക ഫ്രാൻസിൽ വലിയ അസ്വസ്ഥതയും സംഘർഷവുമുള്ള സമയമാണ്. അതുകൊണ്ട് അത് തുറന്നു പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ് നടന്നു. താരങ്ങൾ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുപോലെ മറ്റൊരു വിദേശ വാർത്ത ഇപ്പോൾ വരുന്ന അമേരിക്കയിലെ 1.5 ലക്ഷത്തിലേറെ വെളുത്ത വംശജരായ സ്ത്രീകൾ കമല ഹാരിസിന് സൂം ഓൺലൈനായി റെക്കോർഡ് കളക്ഷൻ നടത്തിയെന്നാണ് വാർത്ത വരുന്നത്. മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കമല ഹാരിസ് ഒരു വാണിംഗും കൊടുത്തിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. വിവരങ്ങൾ ഒരുപക്ഷെ കമല ഹാരിസ് പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ്
വധശ്രമത്തിന് ശേഷം ഒരു താര പദവിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പ്രസിഡന്റായി എന്ന രീതിയിലുള്ള ചർച്ച വരെ അമേരിക്കയിൽ വന്നതാണ്. കാരണം ജോ ബൈഡനെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് മാത്രമല്ല, ഉക്രൈൻ പ്രസിഡന്റിനോട് നേരിട്ട് ട്രംപ് സംസാരിച്ചത് ഏതാണ്ട് പ്രസിഡന്റിൻ്റെ ഒരു അധികാരത്തിലാണ്. അദ്ദേഹം മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിൽ സെലൻസ്കിക്ക് അല്പം വഴങ്ങേണ്ടിയും വന്നു. കാരണം ട്രംപ് ജയിക്കുമെന്നുള്ള തരത്തിൽ അമേരിക്കൻ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്ന സമയത്താണ് നാടകീയമായി ജോ ബൈഡൻ പിന്മാറിയതും കമലാ ഹാരിസ് സ്ഥാനാർത്ഥിയായതും. ഇപ്പോൾ ഈ മണിക്കൂറുകൾ വരുന്ന വലിയൊരു വാർത്ത എസ്കേൻ, ഇതുവരെ കമലാ ഹാരിസിന് പിന്തുണ നൽകാൻ അല്പം മടിച്ചു നിന്നിരുന്ന മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും അദ്ദേഹത്തിൻ്റെ പ്രിയതമ മിഷേല ഒബാമയും അവർ കമലാ ഹാരിസിന് പിന്തുണയുമായി എത്തിയെന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ വെളുത്ത വംശജരായിട്ടുള്ള 1.5 ലക്ഷം, കൃത്യമായി പറഞ്ഞാൽ 1,64,000 വെളുത്ത വംശജരായിട്ടുള്ള അമേരിക്കൻ വനിതകൾ അവർ സൂം ഓൺലൈനായിട്ട് നടത്തിയ ഒരു കളക്ഷൻ, ഒരു മണിക്കൂറിനുള്ളിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് അവർ കളക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സൂമിൻ്റെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ കറുത്ത വംശജർ നേരത്തെ ആ രീതിയിൽ വലിയ രീതിയിലുള്ള റെക്കോർഡ് കളക്ഷൻ കൊടുത്തിരുന്നു കമലാ ഹാരിസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു മുന്നേറ്റം അമേരിക്കയിൽ ഉണ്ടാകുന്ന 50% സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ഗർഭഛിദ്രം സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും എടുക്കുന്ന നിലപാടിനെതിരെ അതിശക്തമായ നിലപാടാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും കമലാ ഹാരിസിനും ഉള്ളത്. അവർ കാലിഫോർണിയയുടെ അറ്റോർണി ജനറൽ ആയിരിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി ശക്തമായി വാദിച്ചതാണ്. ഇപ്പോൾ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു വോട്ടിങ്ങും കൂടി ഉണ്ടാവാനിരിക്കുന്നു. കറുത്ത വംശജരുടെ ഉണ്ടായിട്ടുണ്ട്. ഈ സർവേകളിൽ 2% മുന്നിൽ കമലാ ഹാരിസാണ്. 44% പേര് കമലാ ഹാരിസിനും 42% ട്രംപിനും അനുകൂലമാണ്. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ റിസൾട്ട് പറയാൻ പറ്റില്ല. കാരണം ട്രംപിന് അനുകൂലമായിട്ടൊക്കെ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വെളുത്ത വംശജരിൽ ഭൂരിപക്ഷം ട്രംപിനൊപ്പമാണ്. സ്വാഭാവികമായിട്ടും ട്രംപ് തൻ്റെ ട്രംപ് കാർഡുകളൊക്കെ എടുത്ത് പയറ്റും. എസ്കെയിൻ അതിനിടയിൽ ഇപ്പോൾ എസ്കെയിൻ ചോദിച്ച പോലെ കമലാ ഹാരിസ് അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി അതിശക്തമായ ഭാഷയിൽ പറഞ്ഞത് ഐ വിൽ നോട്ട് ബി സൈലൻറ്റ്, ഞാൻ ഈ ഗസയിലെ ആൾക്കാരെ കൂട്ടക്കുരുതി ചെയ്യുന്നത് വെറുതെ നോക്കിയിരിക്കില്ല. അപ്പോൾ ജോ ബൈഡനെ പോലെ ആയിരിക്കില്ല താൻ പ്രസിഡൻ്റായാൽ ഇസ്രായേലിനോട് കണക്ക് ചോദിക്കും എന്ന രീതിയിൽ പ്രതികരിച്ചു. അത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. ട്രംപ് പറഞ്ഞു അത് ഡിസ്റെസ്പെക്ട്ഫുള്ളാണ്, അത് യഥാർത്ഥത്തിൽ ബഹുമാനമില്ലാത്ത രീതിയിലാണ് കമലാ ഹാരിസ് പെരുമാറിയത്. ട്രംപ് ഇസ്രായേൽ പക്ഷക്കാരനാണ്. എന്തായാലും ഡിവൈഡിങ് ഓവർ ദ പൊളിറ്റിക്കൽ ലൈൻസ് എന്നുള്ള രീതിയിലേക്കാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേള പോകണം. ഇടവേള കാര്യം മറന്നിട്ടില്ലല്ലോ. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ ചൈനയുടെ നിലപാട് ഇന്ത്യ തള്ളിക്കളഞ്ഞു എന്ന് വാർത്ത വരുന്നു. ലഡാക്കിലെ പുതിയ അതിർത്തി അംഗീകരിക്കണമെന്നാണ് ചൈനയുടെ ആവശ്യം. ഇത് നിരുത്തരവാദപരമെന്നാണ് ഇന്ത്യ പറഞ്ഞത്. ആൻ ഇറസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ചൈന. ബി ജെയിംസ് ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ബി ജെയിംസ്. ഇതിനിടയിൽ ജെയിംസ് അങ്ങോട്ടെല്ലാം പോയായിരുന്നു? ഇല്ല, അവിടെ തന്നെ നിന്നല്ലേ. ഞാൻ മുഖത്തൊരു വ്യത്യാസം, അപ്പൊ എന്തെങ്കിലും തകരാറുണ്ടായോ എന്ന് ഞാൻ വിചാരിച്ചത്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം 2020 മെയ്യിൽ അവർ ഇടിച്ചു കയറിയതാണ് നമ്മുടെ അതിർത്തിയിൽ. ഇപ്പോഴും 4 വർഷം കഴിഞ്ഞിട്ടും ആ സംഘർഷം തുടരുകയാണ്. ചില പ്രദേശങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ചില തടാകക്കരയിൽ അടക്കം ഗാൽവൻ താഴ്വരയിലൊക്കെ ഒരു തരത്തിൽ ഒരു അമിക്കബിളായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലഡാക്കിലെ, പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിലൊക്കെ ദെപ്സാങ്, ഡംചോക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ചൈനയുടെ സൈന്യം ഇന്ത്യയുടെ അതിർത്തിയിൽ കയറി നിൽക്കുകയാണ്. അവർ പിൻവാങ്ങുന്നില്ല. അപ്പോൾ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് ലീ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിൽ അവർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ ഇപ്പോഴത്തെ പുതിയ ഞങ്ങൾ തള്ളിക്കയറി നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ചൈനയുടേതാണെന്ന് അംഗീകരിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോട് പറഞ്ഞു. പക്ഷേ ജയശങ്കർ അത് കേൾക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ചൈന ആ തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറാൻ പാടില്ല. സൗത്ത് അമേരിക്കയുടെ ലാവോസിലെ ക്യാപിറ്റൽ വിയറ്റൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സമ്മേളനത്തിലാണ് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സെൻട്രൽ ഏഷ്യയിലെ കസാക്കിസ്ഥാനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ യോഗത്തിൽ അവർ കണ്ടുമുട്ടിയിരുന്നു. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത്. എസ്കെൻ ഓർക്കുന്നുണ്ടാവും, ഞാൻ ഇന്ത്യ ചൈന അതിർത്തിയിൽ പോയപ്പോൾ കണ്ട ഈ പ്രദേശങ്ങൾ, ചില നാഥുല പാസിലൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ നേരത്തെ ഏറ്റുമുട്ടൽ നടന്നതാണ്. അവിടെ കുറച്ചും കൂടി സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പ്രശ്നങ്ങൾ മുഴുവനുള്ളത് ലഡാക്കിലെ മേഖലയിലാണ്. അതീവ രൂക്ഷമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭീകരർ
കാശ്മീരിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ്റെ പിന്നിൽ ചൈനയാണ്, ചൈനയുടെ ആയുധങ്ങളാണ് അവരെടുത്ത് പ്രയോഗിക്കുന്നത്. എന്തായാലും 4 വർഷമായി ഈ പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങൾ തീർക്കുമെന്ന് ചൈന പറയുകയും മറുഭാഗത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അരുണാചൽ പ്രദേശ് പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ അവരുടെ നോട്ടമുണ്ട്. അവർ തൊട്ടടുത്ത് വരെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ക്യാമ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രി പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ നേരെ വന്നാൽ മതി, അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്നാണ് ചൈനീസ് സർക്കാർ പറഞ്ഞത്. ഈ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ചൈന നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന പ്രശ്നം വലിയ രൂക്ഷമായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം.